ലക്ഷക്കണക്കിന് സഹോദരി സഹോദരന്മാർ തികഞ്ഞ അജ്ഞതയിൽ കഴിയുമ്പോൾ നമുക്കങ്ങനെ സംതൃപ്തരായിരിക്കാൻ കഴിയും. യേശു എന്ന പേര് പോലും കേൾക്കാത്ത ഒരുപാട് രാജ്യങ്ങളും ഗ്രാമങ്ങളും നമുക്ക് കാണാം. ഈശോയ്ക്ക് ഏറ്റവും നല്ലത് കൊടുക്കണം. പിന്നെ കുറെ പ്രായമായിട്ട് ഓടി നടന്നിട്ടൊന്നും കാര്യമില്ല. ഏറ്റവും നല്ലത് ഈശോയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് ഇവരുടെ +2 കഴിഞ്ഞിട്ട് ഒരു വർഷം നമുക്ക് ബ്രേക്ക് എടുക്കാം, എന്നിട്ട് ഒരു വർഷം മിഷന് പോവാം. എൻ്റെ കാര്യങ്ങൾ എനിക്ക് ആരോടും പറയേണ്ടി വന്നിട്ടില്ല. ദൈവം ഉള്ളം കയ്യിൽ പരിപാലിക്കണ ഒരു അനുഭവം. ഞങ്ങളുടെ ജീവിതകാലത്ത് ഇതുവരെ ഈ ഒരു സമയത്ത് ഇവിടെ മഴ പെയ്തിട്ടില്ല. നിങ്ങൾ വന്നതുകൊണ്ടാണ് ഈ ഒരു പ്രകൃതി പോലും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പെരുമാറുന്നതെന്ന് ജനങ്ങൾ ഞങ്ങളോട് പറയുകയായിരുന്നു. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം കടന്നു ചെന്ന് ശക്തമായി സുവിശേഷ പ്രഘോഷണം നടത്തുന്ന മിഷണറി തീക്ഷ്ണതയുള്ള കുടുംബങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തൃശ്ശൂർ പെരിഞ്ചേരിയിലെ മനോജേട്ടനും കുടുംബവുമാണ്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ അവരെ വെൽക്കം ചെയ്യാം. എൻ്റെ പേര് മനോജ് പോള്, ഇതെൻ്റെ വൈഫ് ആഗ്നസ് പോള്, ഇത് രണ്ടാമത്തെ മകള് അനുഗ്രഹ, മൂത്ത മകള് ഇവിടെ ഇല്ല, അവള് ബാംഗ്ലൂരിൽ PGDM കോഴ്സ് പഠിക്കുന്നു. മനോജേട്ടൻ എങ്ങനെയാണ് ഈ ഒരു നവീകരണത്തിലേക്ക് കടന്നു വന്നിട്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും മിഷൻ മേഖലയിലേക്കൊരു അറിവും ആകർഷണവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം എങ്ങനെയായിരുന്നു നവീകരണത്തിലേക്കുള്ള ഒരു കടന്നുവരവ്? തീർച്ചയായിട്ടും ദൈവസ്നേഹത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു മിഷൻ യാത്ര ഞാൻ ആരംഭിക്കുന്നത്. എൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് 1990-ലാണ് ആദ്യമായിട്ട് ജീവിതത്തിലെ പല തകർച്ചകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് ഞാൻ പോട്ട ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ആ ഒരു കടന്നു പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് സന്ധിവാതം മൂലം കോളേജിൽ പോകാൻ പറ്റാതിരിക്കുന്ന ഒരു സമയത്താണ്. ഒരു 15 ദിവസത്തോളം ടോയ്ലറ്റിലൊന്നും ഇരിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ട് പോട്ട ആശ്രമത്തിലേക്ക് അതെ തീർച്ചയായിട്ടും. അന്ന് എന്താണ് ഒരു ഇത്ര പിടിച്ചുലയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടായത്, ഇത്രയും ഒരു തീക്ഷ്ണത പകരുന്ന ഒരു അനുഭവം ഉണ്ടായത് എന്താണ്? ഞാൻ ആദ്യമായിട്ടുള്ള ഒരു കരിസ്മാറ്റിക് ഒരു ധ്യാനത്തിൽ അന്ന് പങ്കെടുക്കുന്നത്. അവിടെ കേൾക്കുന്ന പ്രാർത്ഥനകൾ അല്ലെങ്കിൽ അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയാവുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനും അത് ശ്രദ്ധിക്കാനൊക്കെ ശ്രദ്ധിച്ചു. അവിടെ വെച്ച് വലിയൊരു ദൈവാനുഭവം ഉണ്ടായി. തിരിച്ചു വന്ന് വൈകിട്ടാണ് എനിക്ക് ആ ഒരു രോഗശാന്തി കിട്ടി എന്നുള്ളത്, സൗഖ്യപ്പെട്ടു എന്നുള്ളൊരു അനുഭവം എനിക്ക് തിരിച്ചറിയുന്നത് വീട്ടിൽ വന്നതിന് ശേഷമാണ്. ഒപ്പം മനസ്സിന് വലിയൊരു സമാധാനവും ആശ്വാസം കിട്ടി. വീണ്ടും വീണ്ടും അങ്ങോട്ട് കടന്നു ചെല്ലണമെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ആരോ എന്നെ പ്രചോദിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ആദ്യത്തെ ആ ഒരു ദൈവാനുഭവത്തിന് ശേഷം ഇന്ന് കാണുന്ന ഈ ഒരു മിഷണറി തീക്ഷ്ണതയിലേക്കൊക്കെ വരുന്ന ആ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഞാൻ ഈ ഒരു ആദ്യ ദൈവാനുഭവം ഉണ്ടായതിനു ശേഷം പിന്നെ ഒരു 10 വർഷക്കാലം കരിസ്മാറ്റിക്കിൻ്റെ വിവിധ ഗ്രൂപ്പുകളായിട്ട്, അതായത് മഞ്ഞുമൽ ധ്യാനമന്ദിരം, പോട്ട ഡിവൈൻ ധ്യാന സെൻറ്റർ, തൃശ്ശൂർ തന്നെയുള്ളൊരു സെൻറ്റ് മേരീസ് ധ്യാന സെൻറ്റർ, ഈ ധ്യാന സെൻറ്ററുകളുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം 2001-ലാണ് ഞാൻ ആദ്യമായിട്ട് ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ആ ഒരു ജീസസ് യൂത്ത് ഒരു ഫോർമേഷൻ, ജെറ്റ് എന്ന് പറയുന്നൊരു ഓൾ കേരള ഒരു ഫോർമേഷനാണ് എന്നെ ഒരു മിഷണറി തീക്ഷ്ണതയിലേക്കൊക്കെ കടന്നു വരാനായിട്ടൊക്കെ ഇടയാക്കുന്നത്. ശരിക്കും ഇപ്പോൾ മനോജേട്ടന് കിട്ടിയ ആ ഒരു സൗഖ്യത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് മറ്റുള്ളവരോട് പങ്കുവെക്കണം. ഈശോ ഇന്നും ജീവിക്കുന്നു, ഈ ജീവിക്കുന്ന ഈശോയെ നിങ്ങളും അറിയണം, അങ്ങനെ പങ്കുവെക്കാനുള്ള ഒരു തീക്ഷ്ണതയാണോ ഈ ഒരു മിഷണറി ഒരു താല്പര്യത്തിലേക്ക് എത്തിച്ചത്? തീർച്ചയായിട്ടും. എനിക്ക് സൗഖ്യം കിട്ടിയ ഒരു സമയം മുതൽ ഞാൻ മഞ്ഞുമ്മലേക്കും ഡിവൈനിലേക്കൊക്കെ എല്ലാ മാസവും ആളുകളെ ബസ് വിളിച്ച് കൊണ്ടുപോകാനായിട്ട് തുടങ്ങി. അപ്പം അന്ന് മുതൽ ശരിക്കും എൻ്റെ ഒരു പ്രേക്ഷിത യാത്ര ആരംഭിച്ചു. മിഷൻ മേഖലകളിൽ ചെന്ന് ഒട്ടും ധ്യാനകേന്ദ്രങ്ങളുടെ ഒരു സാധ്യത പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈശോയെ കൊടുക്കണം, ഈശോയെ അറിയിക്കണം എന്നുള്ള ഒരു തീക്ഷ്ണത വന്നത് എങ്ങനെയാണ്? ജീസസ് യൂത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഞങ്ങളൊരു ആന്ധ്രയിലെ വിജയവാഡയിലേക്ക് 2002 മിഷൻ യാത്ര ഞങ്ങൾ നടത്തുന്നത്. പിന്നീട് കുടുംബമായിട്ട് മക്കളൊക്കെ കൂടി എല്ലാ സമ്മർ വെക്കേഷനുകളിലും 2 മാസക്കാലം ഞങ്ങൾ മിഷന് പോകാനായിട്ട് ഞങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പോയിട്ട് പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ എന്താണ് കുടുംബത്തെ എങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് പറയാൻ പറ്റും. അപ്പോൾ മനോജേട്ടൻ്റെ കൂടെ പോകുമ്പോൾ നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നത് പോലെയല്ല പുറമേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു സുരക്ഷിതത്വമില്ലാത്ത, ഒട്ടും പരിചയമില്ലാത്ത, ഒരു പക്ഷേ ഭാഷയുടെ പ്രശ്നങ്ങളൊക്കെയുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ആഗ്നസ് ചേച്ചിക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടേക്ക് പോകാനുള്ളൊരു ധൈര്യമൊക്കെ എന്തായിരുന്നു? വിവാഹത്തിന് ശേഷം ചേട്ടൻ ഒറ്റയ്ക്കാണ് പോയിരുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട്
മക്കൾ ജനിച്ച് അവർ 6, 7 പഠിക്കുമ്പോഴാണ് പോയി തുടങ്ങിയത്. ചേട്ടൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ ഒറ്റയ്ക്ക് ജെറ്റ് ഒരാഴ്ച മാസത്തിലൊരിക്കൽ ജെറ്റിന് പോകും. ഒരാഴ്ച അവിടെ ചെലവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ വ്യക്തികളെ വണ്ടി വിളിച്ച് ധ്യാനത്തിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ, ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് എതിർപ്പുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ജനിച്ചിട്ടുള്ളത് 2 പെൺകുട്ടികളാണ്. വാടകയ്ക്ക് താമസിക്കുന്നത്, സ്വന്തമായിട്ട് വീടില്ല, ഒന്നുമില്ലാതെ ഒരാഴ്ചയൊക്കെ ലീവ് എടുത്തിട്ട് ഉള്ള പണിയും കളഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, അങ്ങനെ കുറേ പേര് ചോദിച്ചിരുന്നു. ഒത്തിരി നല്ല സ്നേഹത്തോടെ നിൽക്കുന്ന വ്യക്തികൾ വരെ ഞങ്ങളോട് ചോദിച്ചിരുന്നു. അപ്പോൾ വീടില്ലാത്തതിനെ കുറിച്ചിട്ടും പെൺകുട്ടികൾ ആണ് ജനിച്ചതിനെ കുറിച്ചിട്ടും നമുക്ക് ആകുലതൊന്നുമില്ല. കർത്താവ് വഴി നടത്തുമ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ദൈവം ക്രമീകരിച്ചോളും. പിന്നെ വീടില്ലാത്തത്, കർത്താവ് വീട് പണിത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിലൊരു താക്കോല് കൊണ്ടുവന്ന് തരും. ആ സമയത്ത് നിങ്ങൾ കയറി താമസത്തിന് വന്നോളൂ അങ്ങനെ പറഞ്ഞിരുന്നു. തൃശ്ശൂര് വടൂക്കരയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള ഒത്തിരി പേര് ചേച്ചിമാരും ചേട്ടന്മാരും ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ജെറ്റിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള സഹോദരങ്ങളോട് ഞങ്ങളിത് പങ്കുവയ്ക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് അവർ ഇതാക്കും. പക്ഷേ ഈശോയോട് സ്വകാര്യമായിട്ട് ഈശോയോട് പറയും, കേട്ടില്ലേ ഇതൊക്കെ ചോദിക്കുന്നത് കേട്ടില്ലേ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് പലരിലൂടെ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലുള്ള പല സഹോദരങ്ങളെ സഹായിച്ചിട്ടുണ്ട്. 3 സെൻറ്റ് സ്ഥലവും 1 വീടും ദൈവം ഒരുക്കുന്നുണ്ട്. ആ പാലുകാച്ച് കയറി വെഞ്ചിരിപ്പിന് അവിടെയുള്ള എല്ലാവരെയും വിളിച്ചിരുന്നു. എല്ലാവരും വന്നിരുന്നു. ഒപ്പം ഇവരുടെ ആദ്യ കുർബാന സ്വീകരണവും കൂടി നടത്തിയിരുന്നു. ബന്ധുക്കളും എല്ലാവരും വന്നിരുന്നു. അങ്ങനത്തെ ഒരു വലിയ അനുഭവം ഉണ്ടായിരുന്നു. അപ്പം അത് ഫാമിലി ആയിട്ട് പോകുന്നതിന് മുൻപുള്ള അനുഭവം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മിഷണറി തീക്ഷ്ണതയോട് കൂടിയിട്ട് ഈശോയെ കൊടുക്കാൻ വേണ്ടിയിട്ട് നടന്നാലും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ളത് ആ വചനം ലൈഫിൽ അനുഭവിച്ച വ്യക്തികളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഇനി ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഈ 2 പെൺകുട്ടികളെയും കൂടി കൂട്ടി നമ്മൾ കുടുംബമായിട്ട് ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എങ്ങനെയാണ് അന്നത്തെ ആദ്യത്തെ മിഷൻ യാത്രയുടെ ഒരു ഓർമ്മയോ അന്ന് അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മിഷൻ അനുഭവങ്ങളെന്ന് പറയാം? അത് ഇവര് പറഞ്ഞല്ലോ, 6ലും 7ലും പഠിക്കുന്ന സമയത്തിന് ഛത്തീസ്ഗഡിലേക്ക് ആദ്യമായിട്ട് ജീസസ് യൂത്ത് മിഷന് വിടുന്നത്. അത് നമ്മുടെ ജീസസ് യൂത്തിന്റെ ജൂബിലി കോൺഫറൻസിൽ ചേട്ടൻ എഴുതി കൊടുത്തിട്ട് പോകുന്ന, 1 മാസം ഞങ്ങൾ മിഷന് പോകാമെന്ന് ഫാമിലി ആയിട്ട് പോകാമെന്ന് എഴുതി കൊടുത്തിട്ട് പോകുന്നതായിരുന്നു. പക്ഷെ അത് ചേട്ടൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ എഴുതി കൊടുത്ത് വന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ടെൻഷനായി. കാരണം ഭാഷ, പിന്നെ അവിടുത്തെ കാലാവസ്ഥ, മക്കൾ ചെറുതാണ്, അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് ഇടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലായിരുന്നു ഞാൻ അന്ന് പ്രവർത്തിച്ചിരുന്നത്. അവിടെ പോയി ചെന്ന് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ എത്തിപ്പെടേണ്ട, നമ്മളെ സമീപനം അവർക്ക് വലിയ ഉപകാരപ്പെടുന്നൊരു സംഭവമാണെന്ന് മനസ്സിലായി. ഭാഷ ഒന്നും അറിയില്ല, അന്ന് മക്കൾക്കും അറിയില്ല ഹിന്ദി, ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ നമ്മുടെ ഒരു പുഞ്ചിരി പോലും അവർക്കതൊരു വലിയ ജീവിതത്തിൽ മാറ്റം വരുന്നൊരു സംഭവമായിട്ട് മാറുന്നൊരു, വീടില്ലാത്തവർ, പിന്നെ വഴിയില്ല, വെള്ളമില്ല, പള്ളിയില്ല, പിന്നെ ഭക്ഷണമില്ല, വസ്ത്രമില്ല, അങ്ങനത്തെ ഒക്കെ ഏരിയയിലാണ് ഞങ്ങൾ പോയിരുന്നത്, അവർ കൊണ്ടുപോയിരുന്നത്. ഞങ്ങൾ ചെന്നിരുന്നത് വലിയ എന്ന് വെച്ചാൽ നല്ല പണക്കാരുള്ള ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇത്രയും താഴ്ന്ന രീതിയിൽ ജീവിച്ചിട്ടും അവർ പിന്നെ 6 മാസം 1 വർഷമൊക്കെ കൂടുമ്പോഴാണ് അച്ഛൻ കുർബാന ചെല്ലാനായിട്ട് ഒരു വില്ലേജിലേക്ക് വരിക. ആ സമയത്ത് എല്ലാ കൂതാശകളും അവിടെ നടക്കും. അതുവരെ അവർ കാത്തിരിക്കുന്നു, വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ വിശ്വാസം എവിടെയാന്ന് ഞാൻ തന്നെ ചിന്തിച്ചു തുടങ്ങിയത്. ഇവർ ഇത്രയും കാര്യം, കാരണം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് നേരിടുമ്പോഴത്തേക്കും അപ്പോൾ പരിഹാരം കാണാനായിട്ട് വേറെ ഏത് വഴിക്കെങ്കിലും തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിന് നടുവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ വർഷങ്ങളും മാസങ്ങളും കാത്തിരുന്നിട്ടും ആ ഒരു ദീപബലിക്ക് വേണ്ടിയിട്ടും കൂതാശകൾക്ക് വേണ്ടിയിട്ടും അന്ന് എല്ലാ കൂതാശയും നടക്കും. അച്ഛൻ വരുന്ന ദിവസം എല്ലാ കൂതാശയും നടക്കും. അങ്ങനെ അതുപോലെ കഷ്ടപ്പാട്, ഒരു വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ, വഴിയില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലും അവർ കർത്താവിൽ കൂടെ നിൽക്കുന്നൊരു അവസ്ഥയെ കണ്ടത്.
ഒരു വർഷം അല്ലേ, സാധാരണ വെക്കേഷനിൽ 1-2 മാസം അല്ലെങ്കിൽ 2 മാസം അടുപ്പിച്ചൊക്കെ പോയിരുന്ന ഒരു സാഹചര്യം മാറി ഒരു വർഷം മുഴുവൻ കുട്ടികൾ +2 കഴിഞ്ഞപ്പോഴാണോ അല്ലേ ഒരു വർഷം മുഴുവൻ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചു? ആ ഒരു അനുഭവം ഒന്ന് പറയാം. അങ്ങനെ ഒരു 2 പ്രാവശ്യം അടുപ്പിച്ച് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഒരു വർഷത്തിൽ കേവലം 2 മാസം മാത്രം മിഷനിൽ ചെന്ന് ശുശ്രൂഷ ചെയ്ത് വീണ്ടും എൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് മടങ്ങി കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അത് വീണ്ടും ഞാൻ അവിടെ തുടരേണ്ടതാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് തന്നു. അങ്ങനെയാണ് വലിയൊരു മക്കളുടെ +2 പഠനത്തിന് ശേഷം ഞങ്ങൾ ഫാമിലി ആയിട്ട് എൻ്റെ അമ്മയും ഞാനും ജീവിത പങ്കാളിയും മക്കളും കൂടി ഞങ്ങൾ എൻ്റെ അമ്മയ്ക്ക് 69 വയസ്സ് പ്രായമുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരു വർഷക്കാലം മിഷനിൽ പോയി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചു. അത് ഒരു സെന്റർ തന്നെയായിരുന്നു അതോ പല സ്ഥലങ്ങളും മാറി? 3 സ്ഥലത്ത്, മണിപ്പൂരും ആസാമിലും ഊട്ടിയിലും, അങ്ങനെ ഒരു 3 സ്ഥലത്താണ് 13 മാസം ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊരു അവസരം കിട്ടി. ഇപ്പം ഈ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഇപ്പം കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ടാകും. നമ്മളിൽ താമസിക്കുന്ന ഇടവകകളിൽ ഒരുപക്ഷെ പ്രാർത്ഥന ശുശ്രൂഷകൾ, ധ്യാന പരിപാടികൾ, അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് നമ്മുടെ കുടുംബത്തിനുള്ള അല്ലെങ്കിൽ മനോജേട്ടൻ്റെ കുടുംബത്തിനും കിട്ടിയിട്ടുള്ള ദൈവിക വിളിയാണെന്നുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു ഉറപ്പ് നമ്മൾ ചെല്ലുന്ന പ്രവർത്തനങ്ങളിൽ, ഇടപെടുന്ന കാര്യങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ, ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതിലൊക്കെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യവും ഒരു അനുഗ്രഹവും ദൈവം കൂടെയുണ്ടെന്നുള്ള അടയാളങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവും. അതിൽ വളരെ ടച്ചിങ് ആയിട്ടുള്ള 1-2 എക്സ്പീരിയൻസ് നമുക്ക് ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. തീർച്ചയായിട്ടും 1-2 അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്, ഞങ്ങൾ ഈ ഒരു വർഷക്കാലം മിഷന് പോകാനായിട്ട് തീരുമാനിച്ച ആ സമയം മുതൽ എനിക്ക് കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകൾ വന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ജീവിത പങ്കാളിക്ക് സന്ധിവാതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു തുടങ്ങി. എന്നാലും നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനും ഒപ്പം ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ആരംഭിച്ചു. അങ്ങനെ അതിൻ്റെ ഏറ്റവും അടുത്ത സ്റ്റേജ് എത്തി. എൻ്റെ അമ്മയ്ക്ക് യൂറിനൽ ഇൻഫെക്ഷനായി. അമ്മ 2 ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അങ്ങനെ അമ്മ തല ആഴ്ച ഡിസ്ചാർജ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കുള്ള ഒരു 3 മാസം മരുന്നുമായിട്ട് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്ന് ഒരു 2019 ജൂൺ 18 ഞങ്ങൾ ഗുവാഹട്ടിയിൽ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങുന്നത്. ഉച്ച സമയത്ത് ഞങ്ങൾ ട്രെയിൻ ഇറങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 1/2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വിശ്രമിക്കുന്ന സമയത്താണ് നല്ല മഴ പെയ്യുന്നത്. ആ സമയത്ത് അവിടെ മഴയില്ല. അപ്പോൾ നമുക്ക് ഈ ടാറിട്ടുള്ള റോട്ടിൽ നല്ല ചൂടായിട്ട് കിടക്കുന്ന റോട്ടിൽ വെള്ളം വീഴുമ്പോൾ നമുക്ക് പുക അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മഴ ഞങ്ങൾ ഡിസംബർ 5 അവിടെ നിന്ന് ഊട്ടിയിലേക്ക് തിരിച്ച് താമസം മാറുന്നത് വരെ ആഴ്ചയിൽ 2-3 ദിവസം ആ ഒരു മഴ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. വളരെ അനുകൂലമായ കാലാവസ്ഥ തന്ന ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ, അവിടെയുള്ള 60, 50, 40 വയസ്സുള്ള ആളുകൾ ഞങ്ങളോട് പറയായിരുന്നു, ഞങ്ങളുടെ ജീവിതകാലത്ത് ഇതുവരെ ഈ ഒരു സമയത്ത് ഇവിടെ മഴ പെയ്തിട്ടില്ല. നിങ്ങൾ വന്നതുകൊണ്ടാണ് ഈ ഒരു പ്രകൃതി പോലും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പെരുമാറുന്നതെന്ന് ജനങ്ങൾ ഞങ്ങളോട് പറയുമായിരുന്നു. ചേച്ചിക്കും അതുപോലെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണുമല്ലോ. ഇവര് ചെറുതായിരിക്കുമ്പോഴാണ് ഞങ്ങള് ഛത്തീസ്ഗഡിലേക്ക് പോയെന്ന് പറഞ്ഞിരുന്നല്ലോ. അവിടെ അപ്പോൾ ഭാഷ ഒന്നും അറിയില്ല. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഇവര് പിന്നെ TV കാണുന്നത് മുഴുവനും ഹിന്ദി ആയിരുന്നു. സിനിമയായാലും വേറെ എന്ത് പ്രോഗ്രാം കാണുകയാണെങ്കിലും അത് ഹിന്ദിയാണ് കണ്ടിരുന്നത്. പിന്നെ അവര് ക്ലാസ്സിൽ സെക്കൻഡ് ലാംഗ്വേജ് കൊടുത്തിരുന്നത് ഹിന്ദി ആയിരുന്നു. +2 അതിലൊക്കെ ഫസ്റ്റ് മേടിച്ചു പോന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ നന്നായിട്ട് ഹിന്ദി പറയാൻ തുടങ്ങി. ഇടയ്ക്ക് അവിടെ നിന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് ചേട്ടന്മാർ വിളിക്കുമ്പോൾ ഫോൺ ഇവരുടെ കൊടുക്കും. അവർ പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഇവർ വിളിക്കുമ്പോൾ ഇവർ വർത്തമാനം പറഞ്ഞപ്പോൾ ഇത്ര നന്നായിട്ട് ഹിന്ദി ഇവരെങ്ങനെ പഠിച്ചു എന്നായി അവരുടെ ചോദ്യം. അത്ര നന്നായിട്ട് ദൈവം ക്രമീകരിച്ചു ഭാഷയുടെ കാര്യത്തിൽ. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞതും അതിന് മുമ്പായിട്ട് ഞങ്ങൾ പോയിരുന്ന പഞ്ചാബിലും പിന്നെ രാജസ്ഥാനിലും പോയപ്പോൾ ഇവരെ വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ വില്ലേജിൽ പോയിരുന്നത്. വീടുകളിൽ പോയിട്ട് കൗൺസിലിംഗ് ചെയ്തിരുന്നത്. കൗൺസിലിങ്ങിനൊക്കെ ഏൽപ്പിക്കുമ്പോൾ അവരെ വിഷമങ്ങൾ പറയുമ്പോൾ അത് ഇവരോട് പറയുക. ഇവർ ഞങ്ങൾക്ക് മലയാളം പറഞ്ഞുതരാം. അപ്പം ഞങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. കേരളത്തിൽ നിന്നിട്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം ഇവിടെ നിറഞ്ഞു നിൽക്കുക. ദൈവവചനായാലും ധ്യാനകേന്ദ്രമായാലും എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കാൻ ആളുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ഇന്നായിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടുന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. ദൈവം എന്ന ഒന്നും അറിയാത്തൊരു ജനതയുടെ മുന്നിലേക്കാണ് നമ്മൾ പുറത്തേക്ക് കടന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ ആ 1 മാസം 2 മാസം നിന്ന് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ പോണം. കാരണം
കൊടുക്കാൻ, പറഞ്ഞത് കേൾക്കാൻ ഒരു വ്യക്തികൾ, ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾക്ക് തീഷ്ണത വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മണിപ്പൂർ പോയെന്ന് പറഞ്ഞാൽ ഇവർ +2 കഴിയുന്നതിന് മുമ്പായിട്ട് ഒരു 3 മാസം മുമ്പാണ് മനസ്സിലൊരാഗ്രഹം തോന്നിയത്, ഈശോയ്ക്ക് ഏറ്റവും നല്ലത് കൊടുക്കണം. പിന്നെ കുറേ പ്രായമായിട്ട് ഓടി നടന്നിട്ടൊന്നും കാര്യമില്ല, ഏറ്റവും നല്ലത് ഈശോയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് ഇവരുടെ +2 കഴിഞ്ഞിട്ട് 1 വർഷം നമുക്ക് ബ്രേക്ക് എടുക്കാം, എന്നിട്ട് 1 വർഷം മിഷന് പോവാം. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ മക്കളെ പഠിപ്പിച്ചാൽ മതി, അത് ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇടവകയിൽ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അവളെടുത്ത ബയോ സയൻസ് ആയിരുന്നു, അത് കണ്ടിന്യൂ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അവളെ തലയിൽ എന്തെങ്കിലും കയറുള്ളൂ, അങ്ങനെയാണത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുമ്പോൾ 1 വർഷം ബ്രേക്ക് എടുത്തു കഴിഞ്ഞ് വീണ്ടും കൊണ്ടുവന്നതിൽ പിന്നെ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചിനൊന്നും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്യ്. മിഷനൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയെ തോന്നിയത്. മങ്ങലല്ല വന്നത്, അസ്വസ്ഥത തോന്നി. അത് 2-3 പേരോട് പങ്കുവച്ചപ്പോഴൊക്കെ അവർ നമുക്ക് പറ്റിയ രൂപത്തിലല്ല പറഞ്ഞത്, അനുകൂലമായിട്ടല്ല. പക്ഷേ എന്നാലും ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ അത് പോകണം തന്നെയായിരുന്നു. 1 വർഷം വരെ ബ്രേക്ക് എടുത്തു, ഞങ്ങൾ പോയി തിരിച്ച് വന്നു. അവർ ഡിഗ്രിക്ക് പഠിച്ചു, ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ ഇതേ PGക്ക് പഠിക്കും, 2 പേരും PG. അതൊന്നും ഞങ്ങൾ സ്വപ്നം കണ്ടതൊന്നുമല്ല. ഞങ്ങൾക്ക് +2 വരെ ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അതിനപ്പുറത്ത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ ദൈവം വഴി നടത്തിക്കൊണ്ടാണ്. ദൈവത്തിന് മുന്നിലേക്ക് 1 സ്റ്റെപ്പ് വെച്ചപ്പോൾ ദൈവം ബാക്കി 9 സ്റ്റെപ്പ് നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ട് എല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും ഇതുവരെ. അപ്പോൾ ഭാഷയുടെ കാര്യത്തിൽ പിന്നെ മണിപ്പൂർ ചെന്നപ്പോൾ കൊടിയ തണുപ്പ്, ചെന്നപ്പോൾ നല്ല ചൂട്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കൊടിയ തണുപ്പായിരുന്നു. ഇവിടുത്തെ ഡിസംബർ മാസത്തിലെ തണുപ്പിൽ പോലും എഴുന്നേറ്റ് വരുമ്പോൾ ഒരു 25 പ്രാവശ്യമെങ്കിലും തുമ്മിയിട്ട് ഞാൻ അടുക്കളയിലേക്ക് കയറുള്ളായിരുന്നു. അങ്ങനത്തെ ഞാൻ ഇത്രയും തണുപ്പത്തിൽ ചെന്നിട്ടും യാതൊരു അസ്വസ്ഥതയും ഞങ്ങൾക്ക് വന്നില്ല. 68 വയസ്സ് കഴിഞ്ഞ 69 വയസ്സായ എൻ്റെ ചേട്ടായിയുടെ അമ്മനെയും കൊണ്ടാണ് ഞങ്ങൾ പോയത്. അമ്മയ്ക്ക് യാതൊരു അസ്വസ്ഥതയും അത്ര നാൾ ഉണ്ടായിരുന്നില്ല. 6 മാസത്തോളം ഞങ്ങൾ മണിപ്പൂരിൽ നിന്നു. അത് കഴിഞ്ഞ് 1 മാസം ആസാമിൽ വന്നു നിന്നു. 7 മാസം ഞങ്ങൾ ഊട്ടിയിൽ വന്നു നിന്നു. ഇവിടെ ഒക്കെ തണുപ്പാണ്, യാതൊരു കുഴപ്പമില്ലാതെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അത് കൊറോണയുടെ മധ്യത്തിൽ. അവിടുന്ന് മണിപ്പൂർ ഞങ്ങൾ നിൽക്കായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നു കൊറോണ കഴിയാതെ. ജനുവരി 4-ാം തീയതി ഊട്ടിയിൽ വന്ന് ജനുവരി ഒരു 20-ാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്കും കൊറോണ വ്യാപിച്ചു തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ അറിയണത് ഇത് ദൈവം ശരിക്കും ഉള്ളം കയ്യിൽ എടുത്തു കൊണ്ടുവന്ന് വിടുക. കാരണം ഒരു പകലുകൊണ്ട് ഏതാനും മണിക്കൂർ കൊണ്ട് നമുക്ക് ഊട്ടിയിൽ നിന്ന് തൃശ്ശൂരിലെത്താം. അത്രയും അടുത്തേക്ക് ദൈവം കൊണ്ടുവന്ന് എത്തിച്ച് തന്ന് ഞങ്ങളെ പരിപാലിച്ചു. പിന്നെ അവിടെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരിയേ കിട്ടുള്ളൂ. പച്ചരി എല്ലാ ലെവലിലുള്ള പച്ചരിയുണ്ട്. പച്ചരിയാണ് എല്ലാ കറികളിലും തക്കാളിയും ഉരുളക്കിഴങ്ങും കൂട്ടും. അങ്ങനത്തെ ഒക്കെ കറികളും ഇതൊക്കെ ആയിരുന്നു. അത് ഹിന്ദി നാട്ടിലെല്ലായിടത്തും. പക്ഷെ അതൊന്നും ഭക്ഷണ കാര്യങ്ങൾ അതൊന്നും നമ്മളെ പ്രതികൂലമായിരുന്നില്ല. ചൂട് തണുപ്പോ പ്രതികൂലം ഉണ്ടായിരുന്നില്ല, ഭാഷ പ്രതികൂലം ഉണ്ടായിരുന്നില്ല. എല്ലാ തരത്തിലും ദൈവം നല്ല രീതിയിൽ ക്രമീകരിച്ചു. ഇന്ന് പലരും ഇതൊക്കെ തന്നെയാണ് പിൻവലിയുന്നത്. അതായത് ഭാഷ, ഭക്ഷണം, കാലാവസ്ഥ, പിന്നെ യാത്ര, കൊച്ചുമക്കൾ, ഇതൊക്കെയാണ് അവർ പിൻവലിപ്പിക്കുന്നത്. പക്ഷെ ഇതൊന്നും നമുക്ക് പ്രതികൂലമായിട്ട് മാറില്ല ദൈവത്തിൻ്റെ നാമത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും. അപ്പം മോളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മോള് തനിച്ച് പോയിട്ടുണ്ട് അല്ലേ മിഷന്? അപ്പം ആ ഒരു എക്സ്പീരിയൻസ് പറയാം, ഫാമിലി ആയിട്ട് പോയിട്ടുള്ള കാര്യങ്ങളും എങ്ങനെയാണ് മോളുടെ ഒരു എക്സ്പീരിയൻസ്? ഞങ്ങൾ ആദ്യമായിട്ട് ഫാമിലി ആയിട്ടാണ് പോയിട്ടുള്ളൂ. ഞാനൊരു 6-ാം ക്ലാസ്സിലെ വെക്കേഷനാണ് ആദ്യമായിട്ട് ഫാമിലിയുടെ കൂടെ മിഷന് പോണേ. അന്നൊന്നും എന്താണ് ഇവര് മിഷന് പോവാന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല എന്താ സംഭവം എന്നറിയില്ല. ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ നിന്ന് നമ്മളിങ്ങനെ ഓരോ വില്ലേജുകളിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ പുതിയ അനുഭവമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അപ്പച്ചനോടും അമ്മോടും പറയും നമുക്ക് ഇനിയും പോവാം. ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ പോവാൻ. പിന്നെ +2-ന് ശേഷം ഇങ്ങനെ പോയി. അതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് ഇനിയും പോവാൻ. പക്ഷെ പിന്നെ പോണത് ഇതുപോലെ ഒറ്റയ്ക്കാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എൻ്റെ ഒരു ഡിഗ്രി കഴിഞ്ഞ് വെക്കേഷനായിരിക്കുന്ന സമയത്ത് വേറെ എന്ത് കോഴ്സ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യണ്ടേന്ന് ഇങ്ങനെ ഇതാക്കിയിരിക്കുന്ന സമയത്ത് അപ്പച്ചൻ പറഞ്ഞ് ഇങ്ങനെ മിഷന് പോകാനുള്ള, യൂത്തിന് മിഷന് പോകാനുള്ള ഒരു അല്ലല്ല മിഷൻ മന്ത് ജേണി എന്ന് പറഞ്ഞ MMJ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് GC യൂത്തിന്റെ. അത് ഒക്ടോബർ മാസം മൊത്തമായിട്ട് മിഷന് പോകണ ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നീ വേണമെങ്കിൽ അതിന് പൊക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞത് വേണ്ട, കാരണം +2 കഴിഞ്ഞിട്ട് നമ്മൾ 1 വർഷം ബ്രേക്ക് എടുത്ത് പോയതാണ്, ഇനിയും ബ്രേക്ക് വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ എന്തോ എനിക്ക്
ഉള്ളിൽ നിന്ന് പോകണം എന്നുള്ളൊരു സംഭവം തോന്നി. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ മാത്രമേ ഇവിടെ നിന്നുള്ളൂ, കേരളത്തിൽ നിന്ന് പെൺകുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ആരൊക്കെ പോകണമെന്ന് എനിക്ക് ആരെയും പരിചയവുമില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പം അമ്മയ്ക്കാണെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളെ അവിടെ ടൗണിലേക്ക് വരെ ഒറ്റയ്ക്ക് വിടാത്തവരാണ്. അവിടുന്ന് പുറത്തേക്ക് ജാർഖണ്ഡിക്കായിരുന്നു ഒരു 6 ദിവസം പോകേണ്ടിയിരുന്നത്. അപ്പം അന്ന് വിട്ടേ. പക്ഷെ അപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത്ര നാള് ഫാമിലിയുടെ കൂടെ പോയി നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇപ്പൊ ചെറിയൊരു തലവേദനയാണെങ്കിലും അവരോടാണ് നമ്മൾ എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യുക, അമ്മ വയ്യ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും പറയാം. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പോയപ്പോന്ന് വെച്ചാൽ എനിക്കറിയാം, ചെറുതായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മളായിട്ട് അത്ര അടുപ്പുള്ള ആരുമില്ല. എനിക്ക് ചെറിയൊരു തലവേദനയോ കാലുവേദനയോ അങ്ങനെ ഒരു അസുഖം എനിക്ക് പോയപ്പോൾ വന്നിട്ടില്ല. എൻ്റെ കാര്യങ്ങൾ എനിക്ക് ആരോടും പറയേണ്ടിയും വന്നിട്ടില്ല. ദൈവം ഉള്ളം കയ്യിൽ പരിപാലിക്കണ ഒരു അനുഭവം. ഇപ്പൊ വന്നത് അപ്പോഴായിരുന്നു. നമ്മളിപ്പം അനുഗ്രഹയുടെ അനുഭവങ്ങളാണ് കേട്ടത്, മിഷൻ എക്സ്പീരിയൻസ് ആണ് കേട്ടത്. ശരിക്കും മനോജേട്ടനും ചേച്ചിക്കും 2 മക്കളാണ്. മൂത്തയാൾ അർപ്പിതയാണ്. അർപ്പിത ബാംഗ്ലൂർ പഠിക്കുകയാണ്. അർപ്പിതയ്ക്കും ഇതുപോലെ കുടുംബത്തോടൊപ്പം പോയതിന്റെ ഒക്കെ മിഷൻ അനുഭവങ്ങൾ പല കാര്യങ്ങളും പറയാനുണ്ട്. ആദ്യമായിട്ട് ഞങ്ങൾ മിഷന് പോണത് എൻ്റെ 8ാം ക്ലാസ്സിലെ വെക്കേഷൻ ആയിരുന്നു. ആ ഒരു സമയത്ത് എന്താണ് മിഷൻ എന്നുള്ളതൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. എനിക്കായാലും എൻ്റെ അനിയത്തിക്കായാലും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അവിടെ പോയപ്പോൾ അവിടുത്തെ ആളുകളിലൂടെ ദൈവം നമ്മളെ എങ്ങനെ പരിപാലിക്കണമെന്ന് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റി. ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്കും അപ്പച്ചനും ആ സമയത്ത് ഞങ്ങൾക്ക് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകൾ, ഇവിടെയാണെങ്കിൽ നമ്മൾ വാതിലിൻ്റെ സെപ്പറേറ്റ് റൂമിലാണ് നമ്മളെ നോക്കുക. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കിടക്കുന്ന കട്ടിലിലാണ് ആ വീട്ടിലെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു കുടുംബം തന്നെ, ആ കുടുംബത്തിൻ്റെ രൂപത്തിൽ ദൈവം നമ്മളെ പരിപാലിക്കുന്നത് ഞങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റി. അതേപോലെ തന്നെ മിഷൻ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ എൻ്റെ കോളേജിൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിലായാലും ആ ഒരു സമയം കോവിഡിൻ്റെ സമയമായിരുന്നു. കോവിഡിൻ്റെ സമയത്തിൽ ഞങ്ങൾ വന്നപ്പോൾ ക്വാറന്റൈൻ ഇരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് അഡ്മിഷന് വേണ്ടി നോക്കിയപ്പോൾ എല്ലാതും ക്ലോസായി. അഡ്മിഷൻ കോളേജുകളിൽ ക്ലോസായി. ഞാൻ വിചാരിച്ചിരുന്ന കോഴ്സിൻ്റെ ക്ലോസായി. പക്ഷേ അന്ന് പിന്നെ എങ്ങനെയോന്ന് അറിഞ്ഞുകൂടാ, ഒരു കോളേജ് സെയിം കോഴ്സുള്ള, ഞാൻ വിചാരിച്ചേക്കണ കോഴ്സുള്ള കോളേജിൽ ചെല്ലാനും അഡ്മിഷൻ എടുക്കാനും ദൈവം എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ കുറേ അതേപോലെ തന്നെ മിഷന് പോകുമ്പോൾ ഞങ്ങളുടെ താമസിക്കാനുള്ള കാര്യങ്ങളായാലും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും ദൈവം മുന്നിൽ എന്നെ പോയിട്ട് എല്ലാം ഒരുക്കി വെച്ചേക്കാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് ചെന്നാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ആത്മീയപരമായിട്ട് എനിക്ക് കിട്ടിയൊരു അനുഭവം എന്ന് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് അഡോറേഷൻ ആയിരുന്നു ഫുൾ ടൈം ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നാൾ കണ്ടിന്യൂസ് ആയിട്ട് അഡോറേഷനിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നത് എൻ്റെ ജീവിതത്തിൽ. മാത്രമല്ല അവിടെ എന്നൊക്കെ പറയുമ്പം നമ്മളിവിടെ കുറേ ദേവാലയങ്ങളുണ്ട് നമുക്കിവിടെ കുർബാനയ്ക്ക് പോകാനായിട്ട്. അന്നാലും നമ്മൾ കുർബാനയ്ക്ക് പോകും. പക്ഷേ പലപ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ പ്രാധാന്യം മറന്നു പോകുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ പോയപ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞു കുഞ്ഞു കുടിലുകൾ പോലെയുള്ളൊരു ഓല കൊണ്ടൊക്കെ കുടിലുകൾ ഉണ്ടാക്കുകയാണ് അവർ. അതൊരു ദേവാലയമായിട്ട്. പിന്നെ കുറേ വില്ലേജുകളിലൊന്നും കുർബാനകൾ ദിവസവും ഇല്ല. മാസങ്ങളിൽ അച്ഛൻ അവിടെ എത്തുമ്പോഴാണ് അവർക്ക് കുർബാന അല്ലെങ്കിൽ കൂദാശകളൊക്കെ സ്വീകരിക്കാൻ പറ്റണത്. പക്ഷെ അവരുടെ ആ കണ്ണുകളിലും അല്ലെങ്കിൽ അവരുടെ ആ ഊർജ്ജമൊക്കെ കാണുമ്പോൾ നമുക്ക് ഡെയിലി കിട്ടിയിട്ടും നമുക്ക് ആ ഒരു ഊർജ്ജമോ അല്ലെങ്കിൽ ആ ഒരു ചൈതന്യം നമുക്കില്ല എന്നുള്ളത്, നമ്മൾ എത്രത്തോളം ബാക്കിലാണ് അവരെക്കാളും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും ഈശോയിൽ കൂടുതൽ അടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മിഷൻ യാത്രകളൊക്കെ. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനെന്ന് പറഞ്ഞിട്ടുള്ള ഈശോയുടെ ആ ഒരു വചനമാണ് ശരിക്കും മനോജറിനെ പോലെയുള്ളവർ ഈ ഒരു മിഷൻ മേഖലയിലേക്ക് പോകുന്നവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലെ മിഷൻ പ്രവർത്തകരുടെ ഒരു കുറവ് എത്രത്തോളം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്? അതുപോലെ തന്നെ നമ്മുടെ ഓരോ ക്രൈസ്തവനും ഓരോ ക്രൈസ്തവ കുടുംബവും ഈശോയെ പങ്കുവയ്ക്കാനുള്ള എത്രത്തോളം ഒരു തീക്ഷ്ണതയുള്ളവരായിട്ടാണ് ജീവിക്കേണ്ടത്? എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? രക്ഷകന്റെ മിഷൻ എന്ന് പറയുന്ന ചാക്രികലേഖനത്തിൽ ജോൺ പോൾ 2ാം മാർപ്പാപ്പ എങ്ങനെയാണ് പറയുന്നത്, ലക്ഷക്കണക്കിന് സഹോദരി സഹോദരന്മാർ തികഞ്ഞ അജ്ഞതയിൽ കഴിയുമ്പോൾ നമുക്കങ്ങനെ സംതൃപ്തരായിരിക്കാൻ കഴിയും.
കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളി നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഒരുപാട് അവസരങ്ങൾ ധ്യാനം കേൾക്കാനും ധ്യാനം കൂടാനും ധ്യാനിപ്പിക്കാനും അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കാനൊക്കെ ഒത്തിരി ആളുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിലെ പുറത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന യേശു എന്ന പേര് പോലും കേൾക്കാത്ത ഒരുപാട് രാജ്യങ്ങളും ഗ്രാമങ്ങളും നമുക്ക് കാണാം. അങ്ങനെ അവിടെ ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മതി, ബാക്കി എല്ലാ ദിവസവും നമുക്ക് ഓരോ ദിവസം ഓരോ വാതിലുകൾ നമുക്കായിട്ട് ഇങ്ങനെ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് ട്രെയിൻ കയറി അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ദൈവം നമ്മളെ പരിപാലിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മൾ കേൾക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കാനും നമ്മൾ കേൾക്കുന്നതിലൂടെ അവർക്ക് ഒരുപാട് സൗഖ്യങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുന്നു. അവരിലൂടെ അടുത്തടുത്ത ഗ്രാമങ്ങളിലേക്ക് നമ്മളെ അവർ കൊണ്ടുപോകുന്നു. ആ ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് പറയുന്നത്, സ്ഥൈര്യലേപനം എന്ന കൂദാശ വഴി അവർ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികൾ എന്ന നിലയിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാൻ കൂടുതൽ കടപ്പെട്ടവരായിട്ട് മാറുന്നു. അപ്പോൾ ഇത് അച്ഛനും സിസ്റ്ററും മാത്രമല്ല, നമ്മളെല്ലാവരും ഈ സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിച്ചവരാണ്. ആ സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിച്ച എല്ലാ അയൽമാർക്കും ഈ ഒരു സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ ഒരു മിഷൻ പ്രവർത്തനം അത് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഒറ്റയ്ക്കായാലും കുടുംബമായിട്ടും അത് പങ്കുവയ്ക്കപ്പെടുവാനും അവിടെ ചെന്ന് പ്രഘോഷിക്കാനും അവിടെയൊക്കെ സഭാ കൂട്ടായ്മകൾ രൂപപ്പെടുത്താനും എല്ലാവരും കടപ്പെട്ടവരാണ്. അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു മാമോസ് സ്വീകരിച്ചൊരു വ്യക്തിയുടെ ദൗത്യമാണ്, കർത്തവ്യമാണ്, അല്ലേ? ദൈവത്തിന്റെ നിയോഗമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ശരിക്കും പറയാനുള്ളത്. ചേച്ചിക്ക് എന്താണ് ഇതിലെ കൂട്ടിച്ചേർക്കാനുള്ളത്? നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക. നിങ്ങൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ കടമയാണ്. അത് ചെയ്യാത്തവർക്ക് ദുരിതമാണെന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ദുരിതം. അത് നമ്മൾ എത്ര ബാങ്ക് ബാലൻസും അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള സമ്പാദ്യങ്ങൾ നമ്മൾ കൂട്ടി വെച്ചാലും നമ്മുടെ തലമുറകളിലേക്ക് ഈശോനെ മറ്റുള്ളവരിലേക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മളറിഞ്ഞ് ഈശോനെ മറ്റുള്ളവർക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ തലമുറകളിലേക്ക് അതൊരു സന്തോഷവും സമാധാനവും തരാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു വചനമാണ് ഞങ്ങളെ കണ്ണു തുറപ്പിച്ചത്. ഒന്ന്. പിന്നെ നമ്മൾ കേരളത്തിൽ നിന്നിട്ട് എത്ര മണിക്കൂറുകളോളം മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിച്ചിട്ടും സംഭവിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ മിഷനിലേക്ക് ചെന്നിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ചെന്നു. അവിടെ ചെന്നിട്ട് അവരുടെ അനുഭവങ്ങൾ ഇന്നതൊക്കെയാണ്, ഞങ്ങൾക്ക് ഇന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. നമ്മളവിടെ നമ്മളറിയുന്ന രീതിയിൽ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ഇവർ ഇപ്പോൾ ഉള്ളിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം ഉണ്ടാകും, കാരണം നമ്മൾ കേരളത്തിൽ നിന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ഭൂതകാലത്തിലുള്ള സംഭവങ്ങൾ പോലും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നൊരവസ്ഥ. പല കാര്യങ്ങളും ഈ കഴിഞ്ഞ നാളുകളിൽ പഞ്ചാബിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന പല അനുഭവങ്ങളും അങ്ങനെയായിരുന്നു. അതുപോലെ ഛത്തീസ്ഗഡ് ഒക്കെ എല്ലായിടത്തും പോയപ്പോഴും. പക്ഷേ അവർ ഇന്നത് കാണുന്നുണ്ടല്ലോ, അത് ശരിയാണോ എന്ന് മക്കളിലൂടെ ചോദിക്കുമ്പോൾ ശരിയാ, അവരുടെ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലും കല്യാണം കഴിഞ്ഞ് മക്കളായ ചേച്ചിമാർ ചേട്ടന്മാരാണ്. പക്ഷേ അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന അനുഭവമാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനത്തെ ഒക്കെ ഭയങ്കര വിഷനും മെസ്സേജും ഒക്കെ ദൈവം തരുന്ന അവസ്ഥ. അപ്പം നമ്മളത് ഇവിടെ കെട്ടിയിട്ടിട്ട് നമ്മൾക്ക് കിട്ടിയ ആ കൃപ നമ്മൾക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടതല്ല. ശരിക്കും പറഞ്ഞാൽ അത് ഈശോ കാണിച്ചു തന്ന ആ വയലിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ചെന്നിട്ട് അവരിലേക്ക് കൊടുക്കേണ്ട സംഭവമാണ് ഒരു ബോധ്യം കിട്ടി. ഓക്കെ, ഒരു മിഷൻ സ്വപ്നം എന്താണ് ഭാവി മിഷൻ എന്ന് പറയുന്നത്? ഞങ്ങളുടെ ഒരു ഭാവി സ്വപ്നം എന്ന് പറയുന്നത് ഒരു മുഴുവൻ സമയം ഒരു മിഷണറി ആയിട്ട് ജീവിക്കുക, മിഷണറി ആയിട്ട് മരിക്കുക, ഏതെങ്കിലും ഒരു ദേശത്ത് പോയി ഒരു മിഷൻ ചെയ്തുകൊണ്ട് മരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വലിയൊരു സ്വപ്നം. ഞങ്ങളുടെ ഒരു അടുത്തൊരു മിഷൻ സ്വപ്നം എന്ന് പറയുന്നത്, ഞങ്ങളുടെ മക്കളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് അവർ അതിൻ്റെ ഹയർ സ്റ്റഡീസ് ചെയ്യുന്നു. മക്കളുടെ നാളത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള ആകുലതകളോ അതിൻ്റെ പുറകെ സഞ്ചരിക്കാനുള്ള സമയങ്ങളൊന്നും നമുക്കില്ല. ജീവിതകാലം മുഴുവൻ ഒരു മിഷൻ ചെയ്തുകൊണ്ട് കർത്താവിനറിയാത്ത എത്ര ആളുകൾക്ക് ഞങ്ങളുടെ ജീവിതം കൊണ്ട് കർത്താവിനെ പങ്കുവെച്ച് കൊടുക്കാൻ പറ്റും, ഏതൊക്കെ മേഖലകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് കൊടുക്കാൻ പറ്റും, അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ശാലോം ടി വി പ്രേക്ഷകർക്കെല്ലാം മനോജേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും ഈ ഒരു ജീവിതം വലിയ ഒരു പ്രചോദനം നൽകിയിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഒരു രോഗസൗഖ്യത്തിലൂടെ ഈശോയെ തൊട്ടറിയുകയും ജീവിക്കുന്ന ഈശോയുടെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈശോയുടെ ആ ഒരു അനുഭവം ആരോടൊക്കെ പറയാൻ സാധിക്കുമോ അവരോടൊക്കെ പറയാനും അവരൊക്കെ ഈശോയിലേക്ക് അടുപ്പിക്കാനുമായിട്ട് മനോജേട്ടനും കുടുംബവും ഇന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഈശോ തന്നിട്ടുണ്ടാവുക. ആ അനുഗ്രഹങ്ങളെ പ്രതി നമ്മൾ എത്ര പേരോട് ഈശോയുടെ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും. ഒരുപാട് പേരോട് ഈശോയെ പറയാനും ഈശോയെ അറിയാത്തവരെ
ക്രിസ്തുവിലേക്ക് നയിക്കാനുമുള്ള ഒരു മിഷണറി ജീവിതമാകട്ടെ നമ്മുടെ ജീവിതമെന്ന് ആഗ്രഹിക്കാം, നമുക്ക് ആശംസിക്കാം, അതിനായി പ്രാർത്ഥിക്കാം. വീണ്ടും തീക്ഷ്ണമതികളായ മറ്റൊരു കുടുംബത്തിൻ്റെ വിശേഷങ്ങളുമായി വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന ഈ പ്രോഗ്രാമിലൂടെ കണ്ടുമുട്ടാം. നമസ്കാരം. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വേലക്കാരാ